ഇന്ന് നമുക്ക് നല്ല ക്രിസ്പിയും ഭയങ്കര ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ, ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ 5 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സൈസ് ഉള്ളി ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ 5 ഉള്ളി എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതാ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മുളകൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ കുട്ടികൾ കഴിക്കാനുള്ളതിനെ കൊണ്ടാണ് കേട്ടോ മുളക് കുറച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതായി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മളുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് വേഗം വഴണ്ടി ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാവ് ഭയങ്കര ലൂസായിട്ട് വേണം കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് അടിച്ചെടുക്കാൻ. ഇതാ ഈ ഒരു രീതിയിലാവണം കേട്ടോ മാവ്, കുറച്ച് ലൂസിൽ വേണേ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഉള്ളി നോക്കി നോക്കാം. അതാ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറി നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ലതുപോലെ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുളകും പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് വേവിച്ച് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മാവുണ്ടല്ലോ, അതൊന്ന് ഒരു 2 കയ്യിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ചെറിയൊരു ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അത് ആ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അതും ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ആ മാവിൽ നിന്ന് 2 കയ്യിൽ ഒഴിച്ചിട്ട് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം കേട്ടോ.
കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും സംഭവം റെഡി ആയി കിട്ടുമേ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം അതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി ചുട്ടെടുത്തിട്ടുള്ള ഓരോ ദോശയിലേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഭാഗവും മടക്കിയിട്ട് പിന്നെ നമുക്കങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം നമ്മൾ അതേപോലെ ഇതാ റോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റോളെല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം തന്നെ ആയി കിട്ടും. നമുക്ക് വേവാനും കൂടുതലൊന്നും ഇല്ലല്ലോ, എല്ലാം വെന്ത ഐറ്റംസാണ്. അപ്പം പുറം ഭാഗം മാത്രം ഒന്ന് ക്രിസ്പി ആയാൽ മതി. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും സംഭവം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോൾ എല്ലാം ഞാനിത് അതേപോലെ ചുട്ടെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും ഭയങ്കര ഈസി അല്ലേ. പുറം ഭാഗമൊക്കെ കണ്ടോ, ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ.